വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ത്യോക്യസ് രാജാവ് യൂദയ കലാപത്തിലാണെന്ന് ധരിച്ച് ജ്വലിക്കുന്ന കോപത്തോടെ ഈജിപ്തിൽ നിന്ന് വന്ന് മിന്നലാക്രമണം നടത്തി നഗരം പിടിച്ചടക്കി. 3 ദിവസം കൊണ്ട് 80,000 പേരെ അവൻ നാമാവശേഷമാക്കി. ജാസൻ സഹപൗരന്മാരെ ഇടപെടാതെ കൊന്നൊടുക്കി. പക്ഷേ ഭരണം കൈക്കലാക്കാൻ അവന് കഴിഞ്ഞില്ല. അവന് അമ്മോന്യരുടെ ദേശത്തേക്ക് വീണ്ടും പലായനം ചെയ്യേണ്ടി വന്നു. അറേത്തോസ് എന്ന അറബി രാജാവിൻ്റെ മുമ്പിൽ അവനെതിരെ കുറ്റം ആരോപിക്കപ്പെട്ടു. നിയമലംഘകനായ അവൻ ഈജിപ്തിലേക്ക് നിഷ്കാസിതനായി. വളരെ പേരെ നാടുകടത്തിയ അവൻ പ്രവാസിയായി തന്നെ മരിച്ചു. പല മൃതർക്കും സംസ്കാരം നിഷേധിച്ച അവൻ വിലപിക്കാൻ ആരുമില്ലാതെ മരിച്ചു. സംസ്കാരമോ പിതാക്കന്മാരുടെ ശവകുടീരത്തിലിടമോ അവന് ലഭിച്ചില്ല. അന്ത്യോക്യസ് നിയമലംഘകനും രാജ്യദ്രോഹിയുമായ മെനലാവൂസിൻ്റെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ ദേവാലയത്തിൽ പ്രവേശിച്ച് തൻ്റെ മലിന കരം കൊണ്ട് വിശുദ്ധ പാത്രങ്ങൾ എടുത്തു. വിശുദ്ധ സ്ഥലത്തിൻ്റെ മഹിമയും പൂജിതയും വർദ്ധിപ്പിക്കാൻ രാജാക്കന്മാർ അർപ്പിച്ചിരുന്ന സ്വാഭിഷ്ട കാഴ്ചകൾ പങ്കില കരങ്ങളാൽ അവൻ തൂത്തുവാരി. യഹൂദ പൗരന്മാരുടെ നേരെയുള്ള ദുഷ്ടത നിമിത്തം അന്ത്യോക്യസ് പ്രായപൂർത്തിയായ പുരുഷന്മാരെ കൊല്ലാനും സ്ത്രീകളെയും ബാലകരെയും അടിമകളായി വിൽക്കാനും ആജ്ഞാപിച്ച് മിസ്യരുടെ നായകനായ അപ്പൊളോണിയസിനെ 20,000 സൈനികരുമായി അയച്ചു. എന്നാൽ യൂദാസ് മക്കബയോസ് 9 സുഹൃത്തുക്കളുമായി കാട്ടിൽ അഭയം തേടി. മലിനരാകാതിരിക്കാൻ വേണ്ടി കാട്ടുസസ്യങ്ങൾ ഭക്ഷിച്ച് അവർ വന്യമൃഗങ്ങളെപ്പോലെ മലകളിൽ ജീവിച്ചു. ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് തങ്ങളുടെ പിതാക്കന്മാരുടെ ആചാരങ്ങളിലും ദൈവത്തിൻ്റെ നിയമങ്ങളിൽ നിന്നും പിന്തിരിയാൻ യഹൂദരെ നിർബന്ധിക്കാൻ രാജാവ് പ്രതിനിധി സഭാംഗമായ ഒരാഥൻസുകാരനെ അയച്ചു. ജെറുസലേം ദേവാലയത്തെ അശുദ്ധമാക്കി അതിനെ ഒളിമ്പസിൻ്റെ സേവൂസിൻ്റെ ക്ഷേത്രമെന്നും ഗരസീം ദേവാലയത്തെ തദ്ദേശീയരെ അനുകരിച്ച് വിദേശികളുടെ സംരക്ഷകനായ സേവൂസിൻ്റെ ക്ഷേത്രമെന്നും വിളിക്കാൻ നിർബന്ധിക്കണമെന്നും രാജാവ് അവനോട് നിർദ്ദേശിച്ചു. അവർ ദേവാലയത്തെ മ്ലേച്ഛത കൊണ്ട് നിറച്ചു. കൂടാതെ മ്ലേച്ഛവും നിഷിദ്ധവുമായ ബലിവസ്തുക്കൾ കൊണ്ട് ബലിപീഠം നിറഞ്ഞു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.